ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അതായത് രാത്രി വരെയുള്ളൊരു വ്ളോഗ്, കൊച്ചു വ്ളോഗാണ്. അപ്പോൾ ഐസുട്ടി ആപ്പിൾ തന്നെയാണ്. അപ്പോൾ അപ്പുറത്ത് ഞാൻ അവന് കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ മീൻ കൊടുന്നായിരുന്നു. മീൻ കിട്ടിയപ്പോൾ മീനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. പിന്നെ ഈവനിങ് എന്താ ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ ഉമ്മ കലത്തപ്പം ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അരി വെള്ളത്തിലിട്ടായിരുന്നു. അപ്പോൾ അത് നല്ല പോലെ ഫ്രഷ് ആക്കി കഴുകിയെടുത്ത് അതിൽ ഏലക്കായും ഉപ്പ് ചെറിയ ജീരകം ഇട്ട് നല്ല പോലെ പേസ്റ്റ് രൂപത്തിൽ തന്നെ ആക്കി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കരയും ഞാൻ ഉരുക്കാനപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ ഇങ്ങനെ വറുത്ത് നെയ്യിൽ വറുത്തിട്ടുണ്ട്. എന്നിട്ട് ശർക്കര പാലൊക്കെ ഒഴിച്ച് മാവ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മാവ് നമ്മൾ ഇതിലേക്ക് അങ്ങനെ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്ത് ഞാനവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കലത്തപ്പം ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ അമ്മ മീൻ നന്നാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് കഴുകലും പിന്നെ അവിടെയുള്ള പാത്രം ക്ലീൻ ചെയ്തു. പിന്നെ എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഉമ്മ ഇവിടെ മീൻ പൊരിക്കലും കറി വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല പോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ല ചൂടാണ്. അപ്പോൾ ഇത് ഏതായാലും ചൂടാറാൻ വേണ്ടി വെക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മരുപ്പിക്ക് ശേഷമൊക്കെ ആയപ്പോൾ ഇതാ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും ഉപ്പയും ചപ്പാത്തിയാണ് കഴിക്കല്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വന്നതാണ്. അങ്ങനെ ഇതാ ചപ്പാത്തി ഉരുട്ടലും ഒക്കെ പരത്തലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ എല്ലാം ഇത് കഴിഞ്ഞ് ചുടാൻ പോവുകയാണ്. അങ്ങനെ ഇതാ ഞാൻ ചപ്പാത്തി ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ടി വിയിൽ ഞാൻ ഏഷ്യാനെറ്റ് അവാർഡ്, ഫിലിം അവാർഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡാൻസ് കണ്ടപ്പോൾ പാട്ടുകൾ കേൾക്കുമ്പോൾ ഐസുട്ടി കളിക്കുകയാണ് കേട്ടോ. അവന് പാട്ട് കേൾക്കുന്നതും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ കരയുന്ന സമയത്താണെങ്കിലും അവന് അത് കേൾക്കുമ്പോൾ അവൻ്റെ കരച്ചിലൊക്കെ നിൽക്കലുണ്ട്. അപ്പോൾ അവന് പാട്ട് കേട്ട സന്തോഷത്തിൽ ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ അവനറിയാതെ വീഡിയോ എടുത്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചപ്പാത്തി ചുടുന്ന സമയത്ത് ഞാൻ അവൻ്റെ കളി കണ്ടുകൊണ്ടിരിക്കുകയോ അവനോട് സംസാരിക്കുകയോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചപ്പാത്തി ചുടൽ കഴിഞ്ഞ ശേഷം ഞാൻ കലത്തപ്പം ഞാൻ കുക്കറിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാം കേട്ടോ. കാരണം അടിയൊന്നും പിടിക്കാതെ കിട്ടിയപ്പോഴുള്ള സന്തോഷത്തിൽ കുറേ നേരം നോക്കി. പിന്നെ ഇക്ക വന്നു. അങ്ങനെ ഞാനും ഉമ്മയും ഇക്കയും ഞങ്ങൾ മൂന്നാളും കലത്തപ്പം കൂട്ടി ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് ചായയൊക്കെ ഇങ്ങനെ ചൂട് ചായ ഇങ്ങനെ കപ്പിലേക്കൊക്കെ ഇങ്ങനെ ഒഴിച്ച് കലത്തപ്പം ഞങ്ങൾ കൂട്ടിയിട്ട് ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ ഐസുട്ടി അവിടെ ഇരുന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം അത് എന്താ പറയുക, അവന് കേക്ക് മുറിക്കുന്നത് കണ്ടപ്പോൾ അവന് അടുത്തേക്ക് പറഞ്ഞതാണ് കേട്ടോ, അത് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞിട്ട് മുറിച്ച് ആദ്യം അവൻ തന്നെ കൊടുത്തു കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്, ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കലത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നല്ല പോലെ ആരൊക്കെ എടുത്തിട്ട് നല്ല പാകത്തിന് മധുരത്തിലൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഇക്ക കക്കരിക്ക രാത്രി കഴിക്കില്ല. അപ്പോൾ ഇക്കാക്കുള്ള കക്കരിക്ക കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഉപ്പ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഐസുട്ടിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവൻ കരഞ്ഞപ്പോൾ അവൻ്റെ ഉപ്പച്ചി അവന് മിഠായി കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞത് കാരണം കൊണ്ട് അവനെ ചീത്ത പറഞ്ഞപ്പോൾ അവൻ തെറ്റിക്കിടക്കുകയാണ്. പിന്നെ ഞാനും മേലടിയൊക്കെ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.